ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പോളിമർ വളത്തിനെ പറ്റിയിട്ടാണ്. ഇത് നമ്മുടെ പവർ 90 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളമാണ്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടായിട്ടുള്ള കണ്ടൻറ്റ്. നൈട്രജൻ തൊട്ട് സിങ്ക് വരെയുള്ള ഓൾമോസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളും, ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളുമുള്ള ഒരു സംഭവമാണ് ഈ പവർ 90 എന്ന് പറയുന്ന പോളിമർ വളം. നമ്മൾ സാധാരണയായിട്ട് ഇത് നമ്മളെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നൊരു വളമാണ്. അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ NPK വളം എന്നൊക്കെ നമുക്കിത് പറയാം. ഇതിപ്പോൾ 1 കിലോയുടെ ഒരു പാക്കറ്റാണ്. MRP ഏകദേശം 360 രൂപയാണ് പറയുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു 270 രൂപയൊക്കെയാണ് ഇതിന് കിലോയ്ക്ക് വരുന്ന റേറ്റ്. ഇപ്പം നമ്മൾ 270 രൂപ കൊടുത്ത് ഇന്ന് വാങ്ങിച്ച ഒരു ഇതാണ്. നമുക്കിത് എല്ലാ ചെടികൾക്കും ഈ സമയത്ത് അടിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വരുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിച്ച് എല്ലാ ചെടികൾക്കും, അതായത് നമുക്ക് കവുങ്ങിനോ തെങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ പൈനാപ്പിളിന്, ജാതിക്ക്, വാഴയ്ക്ക്, നെല്ലിന്, കുരുമുളകിന്, ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ഇത് അടിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഒരുപാട് കൂടുതലൊന്നും അടിക്കേണ്ട. എപ്പോഴും നമ്മളൊരു 5 ഗ്രാം ഇടുവാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ വേണം. 4 ഗ്രാം 5 ഗ്രാമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പോളിമർ വളമാകും. വലിയ മഴയുള്ളപ്പം അടിക്കാതിരിക്കുക. മഴയില്ലാത്ത സമയത്തൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൻ്റെ അകത്ത് കിട്ടും. നമുക്കിപ്പം ഇങ്ങനെയുള്ള വളങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ദോഷങ്ങളൊന്നുമില്ല. ഫ്രൂട്ട് ആയി